ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, വെളുപ്പാങ്കാലത്ത് കാണാൻ പറ്റിയ നല്ല ഐശ്വര്യമുള്ള ഒരു ട്രെയിലർ അങ്ങനെ വന്നിട്ടുണ്ട്. രാമായണം, നമ്മുടെ ഹിന്ദി രാമായണമാണ്. ഹിന്ദി മാത്രമല്ല, പാൻ ഇന്ത്യൻ പടമാണ്, എല്ലാ ഭാഷകളിലും ഉണ്ട്. നമ്മുടെ രൺവീർ കപൂറാണ് പടത്തിനകത്ത് രാമനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ യാഷ് രാവണനായിട്ടും സീതയായിട്ട് സായി പല്ലവിയും, അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ്. പിന്നെ നിതീഷ് തിവാരിയാണ് പടം ഡയറക്റ്റ് ചെയ്തത്. പുള്ളിയെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഡങ്കൽ അമീർ ഖാൻ്റെ പുള്ളി ആണ് ആ പടം എടുത്തത്. പിന്നെ അതുപോലെ മ്യൂസിക് ഹൻസ് സിംബറും ആൻഡ് എ.ആർ. റഹ്മാൻ, ഇവർ രണ്ടുപേരുമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാവിടെ 2026 ദീപാവലിക്ക് ഈ വർഷം ഉണ്ടോ പടം? അപ്പോൾ കൊള്ളാമല്ലോ. ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് രാമായണ ഗൈസ്. ലെറ്റ്സ് ഗോ. ബൈ ദ വേ, കോപ്പിറൈറ്റ് അടിക്കും, സീരീസ് ആണ്, അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Prime Focus Studios, Mastermind and Academy Award. तुम्हारा नया राजा अल्ले रामन, छे रावणन. ओ यश रावणन. ലങ്കേശ്വരൻ. അളിയ, നമ്മള് ഈ മറ്റേ രാമായണ പടത്തിൽ അല്ലെങ്കിൽ മറ്റേ ഈ സീരീസുകളിലൊക്കെ കണ്ടിട്ടുള്ള രാവണൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കേട്ട സ്റ്റോറിക്കകത്ത് രാവണൻ കുറച്ച് ഭീകരകാര സംഭവമല്ലേ? ആ രാവണനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. होगा। जब सृष्टि पर संकट आया, भगवान विष्णु ने अवतार लेकर उसकी रक्षा की। मेरा ज्येष्ठ पुत्र ഹള്ളേ രാമൻ, രൺവീർ കപൂർ. ഇത് പടം ഏതാണ്ട് 1000 കോടിക്ക് മണ്ടയ്ക്ക് എന്തോ ബഡ്ജറ്റ് വരുന്നൊരു പടമാണ്. എടാ കിടുക്കം മേക്കിംഗ് അടേ, സീരിയസ്ലി. विश्व कल्याण के लिए यदि मेरा अंत भी हो जाए तो भी मुझे स्वीकार है। निर्णय मैं ले चुका हूं। एक पुत्र होने के नाते अपने पिता के वचन का पालन करना मेरा कर्तव्य है। तुम्हारे लिए വനവാസത്തിന് പോകുന്നു. 14 वर्ष का वनवास। എടേ, ഞാനൊരു കാര്യം പറയട്ടെ. നോർമലി ഈ 800 കോടി 500 കോടി 1000 കോടി എന്നൊക്കെ പറഞ്ഞ് വരുന്ന പടങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിന് കൂടുതൽ റെമ്യൂണറേഷൻ പോയിട്ട് പടത്തിൻ്റെ VFX അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യും. ഹോളിവുഡ് പടങ്ങളേ ഉള്ളൂ പിന്നെയും കുറച്ചും കൂടെ അവർ ഭയങ്കര കിടുകിനായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൊടുത്ത ബഡ്ജറ്റ് കംപ്ലീറ്റ് പടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ മേക്കിംഗ് അവിടെ. സീത, उस वचन का क्या जो आपने मुझे विवाह के समय दिया था। अब हमारा भाग्य एक है और भाग्य में जो भी लिखा है 4 മിനിറ്റ് ഉണ്ടോ ട്രെയിലർ? मुझे स्वीकार है। എൻ്റെ അളിയ, രാവണന്റെ ഇരിപ്പ് കണ്ടാ? जनस्थान की राजकुमारी ശൂർപ്പണഖ. वो मोहित हो गई है आप पे। राम से प्रतिशोध लिया जाएगा शूर्पणखा। राम की मृत्यु साधारण होगी। സീത തട്ടിക്കൊണ്ട് ഗൈസ്. रावण तीनों लोकों का स्वामी है, तो तीनों लोकों के सामने उसका वध करो।
ഹനുമാനായിട്ട് ആരായിരിക്കും വരുന്നത്? കാണിച്ചോ ഇതുവരെ? കാണിച്ചില്ലല്ലേ? അതോ ഇനി കാണിച്ചില്ലെന്ന് തോന്നുന്നല്ലേ? मैं अपनी सीता को वापस लूंगा। 2 parts. ഇവിടെ എന്തൊരു വിഷ്വലാണോ, ഞാൻ സത്യം ഞെട്ടി. ജഡായു ഹോ ഹോ. അല്ല ശോഭന എടേ ये राम की युग का आरंभ है। എൻ്റെ അളിയ എന്തോന്നടേ ഇത്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഹോ 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 പൊളി. ഞാൻ അറിഞ്ഞിരുന്നത് 2 പാർട്ടായിട്ട് ഇറങ്ങുന്നതാണ്, ബട്ട് ഇത് ഒറ്റ പാട്ടാ, സിംഗിൾ പാട്ട് തന്നെ. ഒരു രക്ഷയില്ല മോനെ, പൊളി. കിടുക്കൻ ട്രെയിലർ, കിടുക്കൻ പടമായിരിക്കും. ഇവിടെ ആയിരിക്കുന്നില്ല, ആയിരിക്കും, അല്ല അതെ, ഒരു രക്ഷയില്ല. കിടുക്കൻ മേക്കിങ്, ഭയങ്കര കൺവിൻസ് ആയി. ഐ മീൻ രാമനാണെങ്കിലും രാവണനാണെങ്കിലും സീതയാണെങ്കിലും ശൂർപ്പണഖയാണെങ്കിലും ഹോ 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 പൊളി. പൊളി കാസ്റ്റിങ്, വേറെ ലെവല്. സോ യാ ഗൈസ്, അപ്പോൾ അതാണ് രാമായണ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. അപ്പോൾ അത്രേ ഉള്ളേ, ബൈ.